Hi, hello, my dear students, my dear children. We are starting part 5 class of our chapter 3, Plato, where the earth's history slumbers. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ചാപ്റ്റർ 3, അതായത് സോഷ്യൽ സയൻസ് 2, ജോഗ്രഫി അല്ലേ, ജോഗ്രഫിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ പ്ലേറ്റോ വെയർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് നമ്മളിന്ന് നടത്തുന്നത്. നമ്മൾ ഈ പാർട്ട് 4 ചാപ്റ്റർ വീഡിയോയിൽ നമ്മൾ എന്താ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടോ? നമ്മുടെ ക്ലാസ് കണ്ടോ? നിങ്ങൾ പാർട്ട് 1, 2, 3, 4 4 ക്ലാസ്സുകൾ ഇതിനു മുമ്പ് ടീച്ചറെ സെയിം ചാപ്റ്ററിനെ സംബന്ധിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണണം, അത് വ്യൂ ചെയ്യണം. അതിന് ശേഷം വേണം നിങ്ങൾ ഈ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വരാൻ. ഇത് ലാസ്റ്റ് ക്ലാസ്സാണ്. ഇതോടുകൂടി നമ്മുടെ പ്ലേറ്റോ എന്നുള്ള ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. സോയിൽസ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റോ ആൻഡ് അഗ്രികൾച്ചർ ഓഫ് പെനിൻസുലാർ പ്ലേറ്റോ. അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റോയിൽ പ്രധാനപ്പെട്ട സോയിൽസ് ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടൻ സോയിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ അഗ്രികൾച്ചറിനകത്ത് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ അഗ്രികൾച്ചറിന് അത്ര സ്യൂട്ടബിൾ അല്ല ജനറലി. അത് നോട്ട് ആരബിൾ അല്ലേ, നമ്മൾ ആ വാർഡാണ് കണ്ടത്, നോട്ട് ആരബിൾ. വൈ? അതിൻ്റെ ആൻസർ കണ്ടു. അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട ചില ക്രോപ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ക്രോപ്സ് നമ്മൾ പഠിച്ചെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തേത് നമ്മൾ ഏതാ പഠിച്ചത്? കോട്ടൺ, ദെൻ ഷുഗർ കെയിൻ, ദെൻ കോഫി, ടീ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മിനറൽസ് ഓഫ് പെനിൻസുലാർ പ്ലേറ്റോ ആൻഡ് ദ ഹ്യൂമൻ ലൈഫ് ഇൻ പെനിൻസുലാർ പ്ലേറ്റോ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഒന്ന്, പെനിൻസുലാർ പ്ലേറ്റോയിൽ കാണപ്പെടുന്ന മിനറൽസ് ഏതൊക്കെയാണ്, മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, ദ ലൈഫ്, അതായത് അവിടുത്തെ ആളുകളുടെ ലൈഫ് എങ്ങനെയാണ്, അവരുടെ ഓക്യുപ്പേഷൻ എന്താണ് അവരുടെ ജീവിതം. അപ്പം അവിടുത്തെ മനുഷ്യ ജീവിതത്തെ പറ്റിയും അവിടുത്തെ മിനറൽസിനെ പറ്റിയും നമുക്കിന്ന് പഠിക്കാം. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ, ഇത് മിനറൽസ് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മിനറൽസൊക്കെ പെനിൻസുലാർ പ്ലേറ്റോയുടെ ഓരോ ഏരിയ വെച്ചാണ് പറയുക. അതിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ മാൾവ പ്ലേറ്റോ നിങ്ങൾക്ക് കാണാം, ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റോ നിങ്ങൾക്ക് കാണാം, ഡെക്കാൻ പ്ലേറ്റോ നിങ്ങൾക്ക് കാണാം. അപ്പം മിനറൽസ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ മിനറൽ ഡെക്കാൻ പ്ലേറ്റോയിലാണ് അത് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അത് മാൾവ പ്ലേറ്റോയിലാണ് കാണപ്പെടുക, ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോയിലാണ് കാണപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ അറിയാതിരിക്കണം. അതുകൊണ്ടാണ് ടീച്ചർ ഈ മാപ്പ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റോ നിങ്ങൾക്കറിയാം, പെനിൻസുലാർ പ്ലേറ്റോയുടെ സൗത്ത് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഡെക്കാൻ പ്ലേറ്റോ. ഓക്കെ. ഇനി ഡെക്കാൻ പ്ലേറ്റോയുടെ ജസ്റ്റ് നോർത്തിൽ കാണപ്പെടുന്നതാണ് മാൾവ പ്ലേറ്റോ. ഓക്കെ. പിന്നെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഏത് കാണുന്നത്? ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. അപ്പോൾ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോയിലാണ് മിനറൽസ് ഏറ്റവും അതിൻ്റെ ഡെപ്പോസിറ്റ് കൂടുതലുള്ളത്. It is the biggest deposition in the ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. ഡെക്കാൻ പ്ലേറ്റോയിലും മാൾവ പ്ലേറ്റോയിലും മിനറൽ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Then minerals in peninsular plateau. ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ ഈസ് ടേംഡ് ആസ് ദ ഹാർട്ട്ലാൻഡ് ഓഫ് മിനറൽസ്. ക്വസ്റ്റ്യൻ കണ്ടോ? ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോയാണ് മിനറൽസിൻ്റെ കാര്യത്തിൽ ഏറ്റവും റിച്ചസ്റ്റ്. ഇറ്റ് ഈസ് കോൾഡ് ദ ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ്. മിനറൽസിൻ്റെ ഹാർട്ട് ലാൻഡ് എന്നാണ് പറയുക, ഹൃദയഭൂമി അല്ലേ? ഹാർട്ട് ലാൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താണ്? ഹൃദയഭൂമി. മിനറൽസിൻ്റെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. എന്തുകൊണ്ട്? The Chota Nagpur Odisha Plateau is spread over Jharkhand, West Bengal and Odisha. Chota Nagpur Plateau എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ സ്റ്റേറ്റുകളിലാണ് കാണപ്പെടുക. ഇറ്റ് ഈസ് ദ റിച്ചസ്റ്റ് മിനറൽ ബെൽറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മിനറൽ ബെൽറ്റാണ് ഈ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. 3 സ്റ്റേറ്റുകളാണ് അവിടെ കാണപ്പെടുക: ജാർഖണ്ഡ്,
വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ നമ്മുടെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള മിനറൽസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫിസിക്കൽ ഡിവിഷനാണ് പെനിൻസുലാർ പ്ലേറ്റോ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് തന്നിട്ട് അവിടെ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ മാർക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ സ്റ്റേറ്റുകളിലേക്ക് മാറ്റി നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദിസ് റീജിയൻ ഈസ് റിച്ചസ്റ്റ് ഇൻ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. ഇവിടെ മെറ്റാലിക്കും ഉണ്ട്, നോൺ മെറ്റാലിക്കും ഉണ്ട്. ഏതൊക്കെയാണ്? കോൾ നോൺ മെറ്റാലിക്, അയൺ ഓർ മെറ്റാലിക്, മാംഗനീസ് മെറ്റാലിക്, മൈക്ക നോൺ മെറ്റാലിക്, ബോക്സൈറ്റ് മെറ്റാലിക്, കോപ്പർ മെറ്റാലിക്. അപ്പം മെറ്റാലിക് മിനറൽസും നോൺ മെറ്റാലിക് മിനറൽസിൻ്റെയും റിച്ചസ്റ്റ് ഡെപ്പോസിറ്റ് ഉള്ള ഏരിയയാണ് ഛോട്ടാ നാഗപ്പൂർ. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ്. ഓക്കെ, കോൾ, അയൺ ഓർ, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, കോപ്പർ, all these minerals are present in ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ. ഓക്കെ, അപ്പോൾ ഇത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ മിനറൽ സോൺസ് ഇൻ പെനിൻസുലാർ പ്ലേറ്റോ? പെനിൻസുലാർ പ്ലേറ്റോ മുഴുവൻ മിനറൽസിൻ്റെ റിച്ചസ്റ്റ് അല്ലെങ്കിൽ വലിയ ഡെപ്പോസിറ്റ് ഉള്ള ഏരിയയാണ്. അതിനെ നമുക്ക് 4 ഏരിയസ് ആയിട്ട് 4 സോൺസ് ആയിട്ട് നമുക്ക് തിരിക്കാം, മിനറൽ സോൺസ്. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ റീജിയൻ, അതാണ് നമ്മൾ പറയുന്നത് ഈ ഛോട്ടാ നാഗപ്പൂർ. നോർത്തും ഈസ്റ്റും. ഓക്കെ, ഇന്ത്യയുടെ നോർത്ത് നിങ്ങൾക്കറിയാം അല്ലേ, മുകൾ ഭാഗം. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അതെന്ന് പറയുന്നത് ഛോട്ടാ നാഗപ്പൂർ. അപ്പോൾ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ്. സോൺ ആവുമ്പോൾ നമ്മൾ അതിന് പ്രത്യേക പേര് കൊടുക്കുന്നു. അതിൻ്റെ ഏതാണ് ഡയറക്ഷൻ വെച്ച് നമ്മൾ കൊടുക്കുകയാണ്, നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ. ദെൻ സൗത്തേൺ പ്ലേറ്റോ, സൗത്ത് ഭാഗത്ത് ഏതാ കാണുന്നത്? ഡെക്കാൻ അല്ലേ. സൗത്ത് വെസ്റ്റ് അതേത് ഭാഗമാണ്? സൗത്തും ലെഫ്റ്റ് സൈഡോട് ചേരുന്നതാണ് സൗത്ത് വെസ്റ്റ്. ദെൻ നോർത്ത് വെസ്റ്റ് അതേത് ഭാഗം വരും? ആരവല്ലി മൗണ്ടനൊക്കെയുള്ള നമ്മുടെ രാജസ്ഥാൻ്റെ ആ ഒരു ഏരിയ വരുന്നതാണ് നോർത്ത് വെസ്റ്റ്. അപ്പം നിങ്ങൾക്കിതിൻ്റെ ലൊക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ തന്നെയാണ് നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ. സൗത്ത് റീജിയൻ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോരും? ഡെക്കാണിലേക്ക് നമ്മൾ പോകും, താഴേക്ക് പോരും. ഇനി സൗത്ത് വെസ്റ്റേൺ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതിലേക്ക് പോകും? സൗത്താണ്, എന്നാൽ ഇച്ചിരി വെസ്റ്റിലേക്ക് നീങ്ങി വരുന്ന ഭാഗമാണ്, ഗുജറാത്തിൻ്റെയൊക്കെ ആ ഭാഗം വരും. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് നമ്മൾ പോകും? നമ്മൾ രാജസ്ഥാൻ്റെ ആ ഏരിയയിലേക്കൊക്കെ പോകും, അതായത് നമ്മുടെ മാൾവ അല്ലേ, മാൾവ പ്ലേറ്റോയിലേക്ക് പോകുന്നതാണ് നോർത്ത് വെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയെ മിനറൽ സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, 4 മിനറൽ സോൺസ്. ഓക്കെ, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നമുക്ക് വേണം. നോർത്ത് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ചാർട്ട് ബൈ ആഡിങ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് മിനറൽ സോൺസ് ഇൻ പെനിൻസുലാർ പ്ലേറ്റോ. പെനിൻസുലാർ പ്ലേറ്റോയിലെ മിനറൽ സോൺസിനെ 4 മിനറൽ സോൺസ് ആണുള്ളത്. ഈ 4 മിനറൽ സോൺസിനെയും 5 മിനറൽ സോൺസ് ഉണ്ട് കേട്ടോ. സെൻട്രൽ റീജിയൻ എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ഇതിനകത്ത് വിട്ടുപോയി. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ റീജിയൻ്റെ നെക്സ്റ്റ് അടുത്തതായിട്ട് എഴുതേണ്ടത് സെൻട്രൽ എന്നാണ്, സെൻട്രൽ ഭാഗം. അതിനകത്ത് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റോയുടെ ഭാഗവും വരും, മാൾവ പ്ലേറ്റോയുടെ ഭാഗവും കൂടെയും ചേർന്ന് വരുന്ന ആ ഒരു സെൻട്രൽ പോർഷനാണ് സെൻട്രൽ റീജിയൻ എന്ന് പറയുക. നമ്മുടെ മഹാരാഷ്ട്രയൊക്കെയില്ലേ, മഹാരാഷ്ട്രയൊക്കെ പോലുള്ള സ്റ്റേറ്റുകളാണ് ഈ സെൻട്രൽ റീജിയനിൽ വരുന്നത്. അത് ടീച്ചർ ഇവിടെ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ റീജിയൻ, സെൻട്രൽ പ്ലേറ്റോ റീജിയൻ, സൗത്ത് റീജിയൻ, സൗത്ത് വെസ്റ്റേൺ റീജിയൻ, നോർത്ത് വെസ്റ്റേൺ റീജിയൻ, ഇങ്ങനെ 5 എണ്ണമാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്താം. നോർത്ത് ഈസ്റ്റേൺ പ്ലേറ്റോ റീജിയൻ അത് എന്താണ്? ലാർജസ്റ്റ് മിനറൽ ബെൽറ്റ് ഛോട്ടാ നാഗപ്പൂർ ഒഡീഷ ബെൽറ്റ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആ ഛോട്ടാ നാഗപ്പൂർ ബെൽറ്റിനെ പറ്റി അങ്ങ് എഴുതിയാൽ മതി. ഛോട്ടാ നാഗപ്പൂർ ഒഡീഷ ബെൽറ്റ് എന്നാണ് ഇത് അറിയപ്പെടുക. അതാണ് ലാർജസ്റ്റ് റിച്ചസ്റ്റ് മിനറൽ ബെൽറ്റ്. ജാർഖണ്ഡും വെസ്റ്റ് ബംഗാളും ഒഡീഷയുമാണ്. ഏതൊക്കെയാണ് അവിടെ കാണുന്ന മിനറൽസ്? മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് ലൈക്ക് കോൾ, അയൺ ഓർ, മാംഗനീസ്, ബോക്സൈറ്റ് ആൻഡ് കോപ്പർ. ഇതെല്ലാം നമ്മളെ ഓൾറെഡി ഇവിടെ പഠിച്ചു. ഛോട്ടാ നാഗപ്പൂർ പ്ലേറ്റോ ഈസ് കോൾഡ് ദ റിച്ചസ്റ്റ് മിനറൽ ബെൽറ്റ് ഇൻ ഇന്ത്യ. വൈ? ഇറ്റ് ഈസ് ദ ഹാർട്ട് അല്ലേ, ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ്, ഹാർട്ട് ലാൻഡ് ഓഫ് മിനറൽസ്. അതെല്ലാം ഈ ഫസ്റ്റ് സോണാണ്.
ഇനി നമുക്ക് സെൻട്രൽ റീജിയനിലേക്ക് പോകാം. അതാണ് ടീച്ചർ വിട്ടുപോയത് അല്ലേ, അപ്പുറത്ത് എഴുതാൻ വിട്ടുപോയി. സെൻട്രൽ റീജിയൻ എവിടെയാണ് വരിക? ഛത്തീസ്ഗഡ് ആൻഡ് മധ്യപ്രദേശ്, തെലുങ്കാന, ആന്ധ്ര, മഹാരാഷ്ട്ര, ഇത്രയും സ്റ്റേറ്റുകളിൽ വരുന്ന ആ ഒരു സെൻട്രൽ പോർഷനാണ് നമ്മുടെ സെൻട്രൽ റീജിയൻ. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലുങ്കാന ആന്ധ്രാപ്രദേശിൻ്റെയൊക്കെ മുഴുവൻ ഭാഗങ്ങളുമല്ല, അതിൻ്റെ ഒരു പോർഷൻ, കുറച്ച് ഭാഗം. തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ദെൻ മഹാരാഷ്ട്ര നമുക്കറിയാം സെൻട്രൽ പോർഷനിലാണ് വരിക. അതിൻ്റെ കംപ്ലീറ്റ് ഭാഗങ്ങളും ഈ സെൻട്രൽ റീജിയനിലാണ് വരിക. ഏതൊക്കെയാണ് അവിടെ കാണുന്ന ഈ മിനറൽസ്? കോൾ, മൈക്ക, അയണോർ. ഇത്രയും മിനറൽസിൻ്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതിൽ നോൺ മെറ്റാലിക് മൈക്ക, കോൾ നോൺ മെറ്റാലിക് അല്ലേ. ഇനിയും അയണോർ ആണെങ്കിലോ അത് മെറ്റാലിക്. ഇനി നമുക്ക് സൗത്ത് റീജിയനിലേക്ക് പോകാം. സൗത്തേൺ റീജിയൻ ഏതൊക്കെ സ്റ്റേറ്റുകളാണ്? കർണാടക ആൻഡ് തമിഴ്നാട്. കർണാടകയും തമിഴ്നാടും നമുക്കറിയാം, നമ്മളോട് ചേർന്ന് കിടക്കുന്ന, കേരളത്തോട് ചേർന്ന് കിടക്കുന്ന രണ്ട് സ്റ്റേറ്റുകളാണ് കർണാടകയും തമിഴ്നാടും. അതാണ് സൗത്ത് റീജിയൻ. അവിടെ ഏതൊക്കെ ഡെപ്പോസിറ്റാണ് ഉള്ളത്? അയണോർ, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ്. എന്താണ് ഈ ലിഗ്നൈറ്റ്? കോളിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ കോളിനാണ് ലിഗ്നൈറ്റ് എന്ന് പറയുക. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ലിഗ്നൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലിഗ്നൈറ്റും ഒരു കോള് തന്നെയാണ്, അതായത് കോളിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഓക്കെ, അതത്ര ക്വാളിറ്റി ഉള്ളതല്ല. കുറച്ചുകൂടി അതിന് പഴക്കം വരുമ്പോഴാണ് അത് നല്ല കോളായിട്ട് മാറുന്നത്, ലിഗ്നൈറ്റ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അതിൻ്റെ മൈനിങ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്. ഈ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? സൗത്തേൺ റീജിയൻ. ഇനി നമുക്ക് സൗത്ത് വെസ്റ്റിലേക്ക് പോകാം. സൗത്ത് വെസ്റ്റേൺ റീജിയൻ അത് കർണാടകയുടെ വെസ്റ്റ് ഭാഗവും ഗോവയും വരുന്നതാണ്. ഗോവ അല്ലേ, നമ്മുടെ ഒരു കൊച്ചു സ്റ്റേറ്റാണ് ഗോവ. അപ്പം വെസ്റ്റേൺ കർണാടക ആൻഡ് ഗോവ. എന്തൊക്കെ മിനറൽസ് ആണ് ഈ സൗത്ത് വെസ്റ്റ് ഭാഗത്തുനിന്ന് കിട്ടുക? അയണോറും ക്ലേയും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അയണോർ ആൻഡ് ക്ലേ. ദെൻ നമുക്കതിൻ്റെ നോർത്തിലേക്ക് പോകാം. നോർത്ത് വെസ്റ്റേൺ റീജിയൻ, ആരവല്ലി റീജിയൻ ഇൻ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ ആരവല്ലി രാജസ്ഥാൻ്റെ ഭാഗത്തേക്ക് പോകണം. മാൾവ പ്ലേറ്റോയുടെ ഒരു വെസ്റ്റ് ഭാഗമായിട്ട് വരും, മാൾവയുടെ വെസ്റ്റ് ഭാഗം. അതാണ് നോർത്ത് വെസ്റ്റ് റീജിയൻ. അവിടെ എന്തൊക്കെ മിനറൽസ് ആണുള്ളത്? കോപ്പർ, ലെഡ്, സിങ്ക്, യുറേനിയം ആൻഡ് മൈക്ക. ഓക്കെ, കോപ്പർ ഉണ്ട്, ലെഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്, യുറേനിയം ഉണ്ട്, മൈക്ക ഉണ്ട്. അതിനകത്ത് മെറ്റാലിക്കും വരുന്നുണ്ട്, നോൺ മെറ്റാലിക്കും വരുന്നുണ്ട്. യുറേനിയം നിങ്ങൾക്കറിയാം, നമുക്ക് യുറേനിയം, തോറിയം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് ആണവ ഊർജ്ജം ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ട രണ്ട് മിനറൽസാണ് യുറേനിയവും തോറിയവും. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുറേനിയമാണ്. യുറേനിയത്തിൻ്റെ ഒരു ചെറിയ ഡെപ്പോസിറ്റ് മാത്രമേ നമുക്ക് ഇന്ത്യക്കുള്ളൂ. അത് നമ്മുടെ നോർത്ത് വെസ്റ്റ് റീജിയനിലാണ് കാണപ്പെടുക, നമ്മുടെ രാജസ്ഥാൻ്റെ റീജിയനിലാണ് കാണപ്പെടുക. യുറേനിയം ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആക്കുന്ന ഒരു മിനറലാണ് ഈ യുറേനിയം. ഓക്കെ, ഈ യുറേനിയത്തിൻ്റെ ഡെപ്പോസിറ്റ് നമുക്ക് കുറച്ചേ ഉള്ളൂ. അത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം, ഈ ആണവ ഊർജ്ജം ഉണ്ടാക്കാനും ആണവ എന്താണ് യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാൻ, ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാനും എല്ലാം യുറേനിയമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെപ്പോസിറ്റ് നമുക്കുണ്ടെന്നുള്ളത് നമുക്കൊരു അഭിമാനമാണ്. അതിൻ്റെ ചെറിയൊരു ഡെപ്പോസിറ്റ് നമുക്കുണ്ട്. എവിടെയാണ് കാണുക? നോർത്ത് വെസ്റ്റേൺ റീജിയനിലാണ് കാണുക, രാജസ്ഥാൻ്റെ ഏരിയയിലാണ് അതുള്ളത്. ഓക്കെ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ മിനറൽ സോൺസ് 5 എണ്ണമാണ്. ഓക്കെ, ലൈഫ് ഇൻ പെനിൻസുലാർ പ്ലേറ്റോ. പെനിൻസുലാർ പ്ലേറ്റോയിലെ ലൈഫ് എങ്ങനെയാണ്? ഹ്യൂമൻ ലൈഫ്. അവിടെ പോപ്പുലേഷൻ ഉണ്ടോ? എന്തുകൊണ്ട് പോപ്പുലേഷൻ കുറവാണ്? നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയിൽ നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിൽ ഉള്ളതുപോലെ ഒരു തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ അല്ല. ചില സ്ഥലങ്ങളിലൊക്കെ തീരെ പോപ്പുലേഷൻ കുറവാണ്. അപ്പോൾ ഒരു മോഡറേറ്റ് പോപ്പുലേഷൻ നമുക്ക് വേണേൽ പറയാം. പോപ്പുലേഷൻ ഉള്ള ഏരിയയും എന്നാൽ തീരെ പോപ്പുലേഷൻ കുറഞ്ഞ ഏരിയയും പെനിൻസുലാർ പ്ലേറ്റോയിലുണ്ട്. ടോപ്പോഗ്രഫിയുടെ പ്രത്യേകതയാണ് അതൊക്കെ അങ്ങനെ വരാൻ കാര്യം. അപ്പം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. പെനിൻസുലാർ പ്ലേറ്റോ ഈസ് മോഡറേറ്റ്ലി പോപ്പുലേറ്റഡ്. അത്ര തിക്കുമല്ല, എന്നാൽ അത്ര സ്പേഴ്സിലി പോപ്പുലേറ്റഡും അല്ല. നമ്മൾ തിക്കാണെങ്കിൽ നമുക്കറിയാം തിങ്ങിയ ആളുകൾ പാർക്കുന്നു. സ്പേഴ്സിലി പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ആൾക്കാർ കുറവായി. ഇത് രണ്ടുമല്ല, മോഡറേറ്റ്ലി പോപ്പുലേറ്റഡ്. ഒരു മോഡറേറ്റ്
ഒരു ന്യായമായ രീതിയിലുള്ള പോപ്പുലേഷൻ ഉണ്ടായി. ഇൻ ദ ഏർലിയർ ടൈം ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് വെയർ ലിമിറ്റഡ് ഹിയർ ഡ്യൂ ടു നോൺ ആരബിൾ ടോപ്പോഗ്രഫി ആൻഡ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ്. കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പം അത്ര സുഖകരമായ ക്ലൈമറ്റ് അല്ല. കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് കുറച്ച് ചൂടുള്ള, കുറച്ച് ടെമ്പറേച്ചർ കൂടിയ, അത്ര സുഖകരമല്ലാത്ത ക്ലൈമറ്റാണ് കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ്. അപ്പോൾ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റും നോൺ ആരബിൾ ടോപ്പോഗ്രഫിയും. എന്താണ് ഈ നോൺ ആരബിൾ ടോപ്പോഗ്രഫി? ഫലപുഷ്ടി ഇല്ലാത്ത ടോപ്പോഗ്രഫി, അഗ്രികൾച്ചറിന് യോജ്യമല്ലാത്ത ടോപ്പോഗ്രഫിയും പഴയ കാലത്ത് ഇൻ ഏർലിയർ ടൈം ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് വെയർ ലിമിറ്റഡ്. ജനസംഖ്യ വളരെ കുറവായിരുന്നു പെനിൻസുലാർ പ്ലേറ്റോയിൽ. അതിന് 2 റീസണാണ്. നോൺ ആരബിൾ ടോപ്പോഗ്രഫി, അഗ്രികൾച്ചറിന് സ്യൂട്ടബിൾ അല്ലാത്ത ടോപ്പോഗ്രഫിയും കോണ്ടിനെൻ്റൽ ക്ലൈമറ്റും നോട്ട് സ്യൂട്ടബിൾ ക്ലൈമറ്റ്. ലേറ്റർ വിത്ത് ദ ബിഗിനിങ് ഓഫ് മൈനിങ് ആക്ടിവിറ്റീസ്. എന്നാൽ അവിടെ ജനം കൂടി. എന്താണ് അതിൻ്റെ കാരണം? മൈനിങ്. നമ്മളിവിടെ ഈ മിനറൽസ്, മെറ്റാലിക്, നോൺ മെറ്റാലിക് മിനറൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും മൈനിങ് ആരംഭിക്കുകയും ചെയ്തതോടുകൂടി അവിടെ ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വന്നു, റോഡ് വന്നു, റെയിൽവേ വന്നു. അങ്ങനെ നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോ ഏരിയ കുറച്ചുകൂടി ഡെവലപ്പായി. മൈനിങ്, ദാറ്റ് ഈസ് ദ റീസൺ. ലേറ്റർ വിത്ത് ദ ബിഗിനിങ് ഓഫ് മൈനിങ് ആക്ടിവിറ്റീസ്, ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ്സ്, റെയിൽവേ നെറ്റ്വർക്ക് ആൻഡ് എമർജൻസ് ഓഫ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. അവിടെ ഫാക്ടറികൾ തുടങ്ങി. ദർ വർ സോ മെനി, ദേ സ്റ്റാർട്ടഡ് സോ മെനി ഫാക്ടറീസ്. പീപ്പിൾ അട്രാക്റ്റഡ് ടു ദ പ്ലേറ്റോയിലേക്ക് ആളുകൾ അട്രാക്റ്റ് ആയി. സ്കോപ്പ് ഓഫ് കൊമേഴ്സ്യൽ അഗ്രികൾച്ചർ ബേസ്ഡ് ഓൺ ഇറിഗേഷൻ. വീണ്ടും ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ആയപ്പോൾ ഇറിഗേഷൻ വന്നു. അതുകൊണ്ട് ഈ കോണ്ടിനെൻ്റൽ ക്ലൈമറ്റ് ഒന്നും പ്രശ്നമില്ലാതായി. നോൺ ആരബിൾ ടോപ്പോഗ്രഫി എന്നുള്ളത് നമ്മൾ എങ്ങനെയാക്കി മാറ്റി? ബൈ ആഡിങ് ഇറിഗേഷൻ ആൻഡ് ബൈ ഗിവിങ് ഫെർട്ടിലൈസേഴ്സ് വി മെയ്ഡ് ദിസ് ലാൻഡ് ആരബിൾ. നമ്മൾ അല്ലേ, ഹ്യൂമൻ ബീയിങ്സിനെ അതിനൊക്കെയുള്ള സ്കില്ലുണ്ട്, അതിനുള്ള ശേഷിയുണ്ട്. നമ്മൾ ഈ നോൺ ആരബിൾ ആയിട്ടുള്ള ടോപ്പോഗ്രഫിയെ, ഈ പെനിൻസുലാർ പ്ലേറ്റോയെ ആരബിളാക്കി മാറ്റി. ബിക്കോസ് ഓഫ് ദിസ് ഇറിഗേഷൻ ആൻഡ് യൂസിങ് ഓഫ് ടെക്നോളജി. Technological possibility led to an increase in population. So these are the reason for an increase in population in Peninsular Plateau. So in earlier time, human settlements were very limited, but in modern time we can see populated areas in Peninsular Plateau because of the introduction of new technology, new methods of agriculture, etc. ഓക്കെ. അപ്പം മൈനിങ് ആണ് അവിടേക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്തത്. അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതും ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തതും റോഡ്, റെയിൽവേ നെറ്റ്വർക്ക് വന്നതും ഒക്കെ അതിൻ്റെ കാരണമാണ്. ഓക്കെ. ദെൻ പെനിൻസുലാർ പ്ലേറ്റോ ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഫോർ മേക്കിംഗ് ഇമ്പോസിബിൾ തിങ്സ് പോസിബിൾ. ഡു യു എഗ്രി? വൈ? ഇമ്പോസിബിൾ തിങ്സിനെ പോസിബിൾ ആക്കി മാറ്റുന്നു, അല്ലേ? അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് പെനിൻസുലാർ പ്ലേറ്റോ. എന്ത് കാര്യത്തെ നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്നുവോ അതിനെ നമുക്ക് പോസിബിൾ ആക്കി മാറ്റാൻ പറ്റും. എന്താണ്? അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി മാറ്റുക. അതിന് എക്സാമ്പിളാണ് പ്ലേറ്റോ എന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ലേ? യെസ്. പ്രിമിറ്റീവ് ടൈമിൽ ഒന്നിനും കൊള്ളാത്ത, നോൺ ആരബിളായിട്ടുള്ള, റോഡ്, റെയിൽവേ നെറ്റ്വർക്ക് ഇല്ലാത്ത, കോണ്ടിനെൻ്റൽ ക്ലൈമറ്റുള്ള ആളുകളെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിന് വേണ്ടി ഒരിക്കലും സെലക്ട് ചെയ്യാത്ത ഒരു ഏരിയയെ എത്ര പെട്ടെന്നാണ് അത്രയും ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങളെ ടെക്നോളജി കൊണ്ട്, മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് മനുഷ്യൻ മറികടന്നു. അതിനെ പോസിബിളാക്കി. എത്രയോ നമുക്കിപ്പം കാണാം, ഏതെല്ലാം പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സിറ്റികളാണ് ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മാറ്റം വരാനുള്ള കാരണം എന്താണ്? മനുഷ്യൻ്റെ ടെക്നോളജി, മനുഷ്യൻ്റെ പ്രയത്നം. അപ്പോൾ ഇത് നമുക്കൊരു മാതൃകയാണ്, നമ്മുടെ ഈ പെനിൻസുലാർ പ്ലേറ്റോ, അല്ലേ? നമ്മൾ ഇതിൽ നിന്നൊരു മോറൽ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ്? ഇമ്പോസിബിൾ എന്നൊരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കില്ല. നമുക്ക് എന്തിനേയും പോസിബിളാക്കി മാറ്റാം. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് പെനിൻസുലാർ പ്ലേറ്റോ. ഹിയർ ഹ്യൂമൻ എഫേർട്സ് ഓവർകം ദ ഫിസിക്കൽ ഒബ്സ്ട്രാക്കിൾസ്. ഫിസിക്കലായിട്ടുള്ള ഒബ്സ്ട്രാക്കിൾസിനെ ഹ്യൂമൻ എഫേർട്ട്, എന്താണ് എഫേർട്ട്? മനുഷ്യൻ്റെ പ്രയത്നം അതിനെ ഓവർകം ചെയ്തു. എന്തൊക്കെ ഒബ്സ്ട്രാക്കിൾസ് ഉണ്ടെങ്കിലും, അത് റോഡിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ ടോപ്പോഗ്രഫിയുടെ ആകട്ടെ, ക്ലൈമറ്റിൻ്റെ ആകട്ടെ, എന്ത് ഒബ്സ്ട്രക്കിളാണെങ്കിലും
ചമ്പലൊക്കെ നമുക്കറിയാം ബാഡ് ലാൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. എന്ത് ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിലും ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് അതിനെ നമുക്ക് ഓവർകം ചെയ്യാം. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓവർകം ഓൾ അതർ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് മേക്ക് ഇമ്പോസിബിൾ തിങ്സ് പോസിബിൾ. അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സാണ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് അവരെ എഡ്യൂക്കേറ്റഡ് ആക്കി മാറ്റി, അവരെ ഹെൽത്തി ആക്കി മാറ്റി, അവരുടെ എഫേർട്ട് കൊണ്ട് എല്ലാ ഒബ്സ്റ്റക്കിൾസിനെയും അവരെ പെനിൻസുലാർ പ്ലേറ്റോയിൽ നിന്നും തൂത്തെറിഞ്ഞു, അതിനെ ഓവർകം ചെയ്തു. അങ്ങനെ ഇമ്പോസിബിൾ തിങ്സിനെ അവർ പോസിബിൾ ആക്കി മാറ്റി. അഗ്രികൾച്ചർ കൊണ്ടുവന്നു, ഇൻഡസ്ട്രി കൊണ്ടുവന്നു, അവിടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നു, ദെൻ ഏരിയ തന്നെ ഡെവലപ്പായി മാറി. അപ്പോൾ ഇമ്പോസിബിൾ തിങ്സിനെ പോസിബിൾ ആക്കുന്നതിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം കൊടുക്കാം? പെനിൻസുലാർ പ്ലേറ്റോ. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് ടീച്ചറിന് പറയാനുള്ളത്. ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇതെനിക്ക് പഠിക്കാൻ പറ്റുകയില്ല, സോഷ്യൽ സയൻസ് എനിക്ക് പാടാണ്, പെനിൻസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ പ്ലേറ്റോസ് എന്നുള്ള ചാപ്റ്റർ തന്നെ പാടാണ് പറയരുതേ. നമുക്ക് 1, 2, 3 തവണ വീഡിയോ എടുത്ത് കാണുക, പഠിക്കുക, അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും കംപ്ലീറ്റ് ആൻസർ എഴുതുക. ഓക്കെ, നമുക്ക് ചില പിക്ചേഴ്സ് കൂടി കാണാം. നമ്മുടെ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഉള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ, ഞാനിനി പറയുന്ന സിറ്റികളൊക്കെയാണ് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റോയിലെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, പൂന. ഉണ്ടോ? എത്ര ഫേമസ് ബിഗ് സിറ്റീസ് ആണെന്ന് നോക്കിയേ പെനിൻസുലാർ പ്ലേറ്റോയിൽ. ഇതെല്ലാം ഹ്യൂമൻ എഫേർട്ട് കൊണ്ടുണ്ടായതാണ്. ഈ സിറ്റികളെല്ലാമാണ് പെനിൻസുലാർ പ്ലേറ്റോയിലെ പ്രധാനപ്പെട്ട സിറ്റികൾ. ഒന്നുകൂടി പറയാം: കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, നാസിക് ആൻഡ് പൂനെ. ഓക്കെ, നെക്സ്റ്റ് ഒരു പിക്ചർ കൂടി നിങ്ങളെ ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണെന്നോ, നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ ഓരോ ഏരിയയെ പറ്റിയും നിങ്ങൾക്ക് നോളജ് ഉണ്ടായിരിക്കണം. നമുക്ക് എവിടെയാ എന്താ ഏതാ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ നമ്മൾ ഇരിക്കരുത്, നാണക്കേടാണ്. നമ്മൾ പോകുന്ന, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന, നമ്മുടെ ഇന്ത്യക്കാർ നമ്മുടെ കേരളീയർ ജോലി ചെയ്യുന്ന ഓരോന്നും ഇന്ത്യയുടെ എവിടെയാണെന്ന് നമുക്ക് അറിയാതിരിക്കണം. നിങ്ങളിത് കണ്ടുവെക്കുക. നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങളല്ലേ ബാംഗ്ലൂര്, കോയമ്പത്തൂര്, ഹൈദരാബാദ്, നാഗ്പൂര്. നമ്മുടെ എത്രയോ ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെന്നോ ഈ പൂനെയിലെ. അതൊക്കെ എവിടെയാണെന്നൊന്ന് കണ്ടേ. കണ്ടോ, മുംബൈക്ക് വളരെ അടുത്തുള്ള സ്ഥലമാണ് പൂനെ. ഇൻഡോറിൽ നമ്മുടെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, ഇൻഡോർ. ഇതൊക്കെ പെനിൻസുലാർ പ്ലേറ്റോയുടെ ഭാഗമാണ്. ഭോപ്പാൽ. ഓക്കെ, ദെൻ പെനിൻസുലാർ പ്ലേറ്റോയുടെ മറ്റൊരു ചിത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ സിറ്റികളെല്ലാം കാണാം. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, നാഗ്പൂർ, മുംബൈ, പൂനെ. കണ്ടോ, അഹമ്മദാബാദ്. ഇതെല്ലാം പെനിൻസുലാർ പ്ലേറ്റോയിൽ വരുന്ന പ്രധാനപ്പെട്ട സിറ്റികളാണ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോസിബിൾ തിങ്സിനെ പോസിബിൾ ആക്കിയതിൻ്റെ എക്സാമ്പിളാണ് അല്ലേ. താങ്ക് യു ചിൽഡ്രൻ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് 5 എപ്പിസോഡുകളാണ് നമ്മുടെ ഈ ചാപ്റ്ററിന് വേണ്ടി നമുക്ക് വേണ്ടി വന്നത്. എല്ലാം വളരെ സ്മൂത്തായിട്ട്, വളരെ എക്സ്പ്ലനേഷനോടുകൂടി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ 5ഉം കാണണം. പ്ലേലിസ്റ്റ് ഇട്ടിരിക്കും. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്താൽ എല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കാണാം. 1 by 1 ആയിട്ട് കാണുക. ഒരു തവണ കണ്ടാൽ പോരാ, ഒരു തവണയും കൂടി വ്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.